എന്നെയല്ലേ അവള് പറയുന്നത്? എന്തൊരു അഹങ്കാരം ഒന്ന് കണ്ടില്ലേ? പത്മേ, നീ ഇങ്ങനെ കണ്ണടയ്ക്കാതെ തുറച്ചു നോക്കാതെന്നേ അവള് പറഞ്ഞുള്ളൂ. ഓരോ വാക്കും നീ ഇങ്ങനെ വളച്ചൊടിക്കല്ലേ പത്മേ. ആദ്യം ഇവനോട് ഈ മുറിന്ന് പുറത്ത് കടക്കാൻ പറ. പാവം, അവൻ എവിടെ പോവാനാ മോളെ? പറഞ്ഞോളൂ, എന്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ ആ ആറ്റിന്റെ കരയിൽ വല്ലതും പോയിരിക്കാം. ശ്രീനി, പോയി എല്ലാം പാക്ക് ചെയ്യടാ. അയ്യേ, ആൺകുട്ടിയോട് പോയി തുണി മടിക്കാൻ പറയുന്നോ? എന്റെ അടുത്ത് പറ. രാജി, ഇടി മണ്ടി പെണ്ണെ, നിനക്ക് ഈ അത്യാവശ്യത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും വ്യത്യാസം എന്താന്ന് അറിഞ്ഞൂടെ? ചെറിയമ്മായി, ഒരു മിനിറ്റ്. രാജലക്ഷ്മി, തുണി സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ നിനക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇവളുടെ ലഗേജ് എല്ലാം എടുത്ത് വേറെ ഏതെങ്കിലും റൂമിൽ കൊണ്ടുവയ്ക്കേ. ഇംപോസിബിൾ. അങ്ങനെ പറഞ്ഞാൽ സാധ്യമല്ലെന്ന് അർത്ഥമായിട്ടാ. എനിക്കറിയാം അതെന്തുകൊണ്ടാ പറ്റാത്തതെന്ന്. ഞാൻ അറിയുന്നത് തെറ്റുണ്ടോ? ഈ പറഞ്ഞ ജാനകി തന്നെയാ എന്നോട് ഈ മുറിയിൽ നിന്നോളാൻ പറഞ്ഞത്. അതറിയോ? ഇപ്പൊ വേറെ റൂമിലേക്ക് പോവാൻ പറയുന്നു. നിനക്ക് പോയിക്കൂടെ? ഹലോ, എൻട്രി മാത്രമേ ഉള്ളൂ. എക്സിറ്റ് ആവുന്നതേ എന്റെ ഡിസിഷൻ ആയിരിക്കും. എന്നോട് ഒഴിയാൻ പറയുകയാണെങ്കിലേ ഈ മുറിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ തന്നെ ഞാൻ ഒഴിഞ്ഞു പോയേക്കാം. ശ്രീനി, ഒരു തർക്കം വേണ്ട മോനെ. ആദ്യക്ക് ഈ മുറിയങ്ങ് ഇഷ്ടപ്പെട്ടു. മോൻ വേറെ ഏതെങ്കിലും ഒരു മുറി എടുത്തോടാ. എന്താ എന്റെ മോനെല്ലാം വിട്ടുകൊടുക്കണോ? വേറെ വഴിയില്ലാന്ന് തോന്നുന്നു. ഒന്ന് മനസ്സിലാക്കും മോനെ. പറഞ്ഞ കേട്ടില്ലേ? ചെല്ല്. നീ പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഞാൻ പോകുന്നത്. അമ്മായിയുടെ മനസ്സിന് വിഷമം ഉണ്ടാവണ്ടെന്ന് ഓർത്തിട്ടാ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്നേ. ഏട്ടത്തി എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയണ്ട. ശ്രീനിക്ക് സങ്കടമോ വിഷമമോ ഉണ്ടാവാൻ പാടില്ല. അവനോട് ഏട്ടനുള്ള സ്നേഹം ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാലോ. ആന്റി, എടുത്തി ആദി, ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടമ്മേ. എന്റെ മുറി ഞാൻ ശ്രീനിയേട്ടന് കൊടുത്തോളാം. അപ്പൊ നിനക്കോ? ആദ്യയുടെ റൂമിൽ താമസിച്ച അച്ഛൻ ദേഷ്യപ്പെടില്ലേ? ഞാനുണ്ടല്ലോ, വാതിലിന്റെ സൈഡിൽ കിടന്നോളാം. 2 ഷാൾ കൂടി പൊതച്ചുകഴിഞ്ഞാ തണുപ്പോലും അറിയില്ല. പെൺകുട്ടിയല്ലേ നീ, എങ്ങനെയാ പുറത്തു കിടക്കുക? ഈ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവും. കുറച്ച് സമയം കൊടുത്താൽ മതി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ നാട്ടിൽ ജനിച്ചിട്ട് 12 വർഷമായിട്ട് ഇല്ലാത്ത സ്റ്റൈൽ ചേച്ചി അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം വന്നു എന്നാ പറയുന്ന എന്റെ ഫ്രണ്ട്സ്. റിയലി? ആ, എന്റെ കൊടവയറാണ് സത്യം. അതെന്താ? എല്ലാവരും എപ്പോഴും തലയെ തൊട്ടിട്ടാണല്ലോ സത്യം ചെയ്യാറുള്ളത്. നീയാണെങ്കിലോ കൊടവയറിലാണല്ലോ സത്യം ചെയ്യുന്നത്. എന്റെ തലയിൽ ഒന്നുമില്ലെന്ന് അമ്മ പറയാറുള്ളത്. അല്ലാതെ പിന്നെന്താ, വലുതാവുന്നത് കൊടവയറ് മാത്രല്ലേ. അതുകൊണ്ട് എന്റെ കൊടവയറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. സത്യം ചെയ്തതും അതുകൊണ്ടാ. വൈകുന്നേരം ചേച്ചിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ അല്ലേ? ഓക്കെ, ശരി, വാ. രാജലക്ഷ്മി പൂജ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. അതെന്താന്നറിയോ? റിസൾട്ട് വരേണ്ട സമയമായില്ലേ? ജയിപ്പിക്കണേന്ന് ആ ദൈവത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തോണ്ടിരിക്ക. എക്സാംസിനേക്കാളും ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ എഴുതുന്നതെന്ന് തോന്നുന്നു. ബിജു, ഇവിടെ വാ.
ആഹാ. എന്തിനാ എന്നെ അടുത്ത് വിളിച്ചു വരുത്തി എന്റെ തല മൊട്ടടിച്ചേക്കാന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനല്ലേ? അയ്യോ, അതിനു വേണ്ടി ഒന്നുമല്ല ബിജു. വാ, നീ ഇവിടെ വന്നിരുന്ന് പൂവിട്ട് തന്നാ മതി, ഞാൻ പൂജ ചെയ്തോളാം. പരിചയമില്ലാത്ത പണിയൊന്നും എന്നോട് പറയണ്ട. ആദ്യ ചേച്ചിയെ പോലെ എനിക്കും കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കളിക്കാൻ പോവാ. ആ, ആ, ബിജു ബിജു ബിജു. ഇനി കേട്ടാലും അവൻ വരില്ല. നീ കേട്ടതല്ലേ ആദ്യേ? വരൂ ആദ്യേ, വന്ന് എന്നൊന്ന് സഹായിക്കേ. ആ, ഞാനോ? എനിക്ക് ഈ പൂജയുടെ കാര്യത്തിലൊന്നും തീരെ വിശ്വാസമില്ല. നീ അതിന് പാട്ടൊന്നും പാടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പൂവിട്ട് തന്നാ മതി. എന്റെ മമ്മ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാറില്ല. ആ, രാജലക്ഷ്മി വിജയിക്കാൻ നിനക്ക് തീരെ ഇഷ്ടമില്ലേ? ഇതുപോലത്തെ സെന്റിമെന്റ്സ് ഒക്കെയാ എനിക്ക് ഇഷ്ടമല്ലാതെ. റിക്വസ്റ്റ് ചെയ്തോ, പക്ഷെ ഇമോഷണൽ ആകരുത്. ആ, ആദി. നീ ഈശ്വരന് പൂ സമർപ്പിക്ക്, ഞാൻ പാട്ട് പാടാം. ഞാൻ ഓടേണ്ടി വരുമോ? ഞാനൊന്നും അത്രയ്ക്ക് മോശമായിട്ട് പാടില്ല. കീർത്തനം ശബ്ദം അത്ര നല്ലതല്ലെങ്കിലും ദൈവത്തിന് വേണ്ടത് ഭക്തിയാണ്, അത്രേ ഉള്ളൂ. ശരി, തുടങ്ങിക്കോ. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം. ഉത്തിഷ്ഠ കമലാ കാന്താ ത്രൈലോക്യം മംഗളം കുരു. ഒന്ന് നിൽക്കോ, അങ്ങോട്ടൊന്ന് നോക്കിയേ. കണ്ടില്ലേ, ആദ്യ കാരണം നമ്മുടെ രാജി ചീത്തയായി പോകുന്നല്ലേ പറഞ്ഞേ. എന്നാ രാജലക്ഷ്മി കാരണം ആദ്യം മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ നടന്ന നിങ്ങളുടെ മോള് കാരണം അമേരിക്ക കുട്ടി തന്നെ മാറിയെന്ന് എല്ലാരും അഭിമാനത്തോടെ പറയും. എന്റെ ഏട്ടത്തി അതൊക്കെ ഭാവിയിൽ നടക്കാം, നടക്കാതിരിക്കാം. ഇപ്പൊ എന്ത് നടക്കാൻ വേണ്ടി ഇത് പറയുന്നേ? എല്ലാം മനസ്സിലാക്കി മാപ്പ് കൊടുക്കേണ്ടത് നിന്റെ ചേട്ടനാ. രാജലക്ഷ്മിയും ആദ്യം ഒരേ മുറിയിൽ താമസിക്കുകയാണെങ്കിൽ ശ്രീനിക്കും അവന്റെ മുറി കിട്ടുമല്ലോ. പൂജ ചെയ്യുന്ന സമയത്ത് ആ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് ആരും അഭിനയിക്കാറില്ല. ദൈവത്തെ പോലെയുള്ള എന്റെ ഏട്ടന്റെ മുന്നിൽ തന്നെ ആ പെണ്ണ് എന്താ ചെയ്തെന്ന് ഏട്ടത്തിക്ക് അറിയാലോ. ദയവ് ചെയ്ത് നീ ഇടയ്ക്ക് കയറി ഒന്നും പറയാതിരിക്കാമോ പറഞ്ഞേ. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ആലോചിക്കുന്ന സമയത്ത് നീ അഭിപ്രായം പറഞ്ഞ ആവശ്യമില്ലാതെ സംശയം തോന്നിയുള്ളൂ. അമ്മയും പാർവതിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്നല്ലേ അർത്ഥം? അതുപോലെ ഞാനും കേട്ട് നിൽക്കണമെന്നാണോ? ഞാൻ പറയുന്നത് കേട്ട്
ഒരു തീരുമാനം എടുക്കാൻ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് തട്ടിക്കളയാതെ ആ 2 പെൺകുട്ടികളെ കുറിച്ച് ഒന്ന് ആലോചിക്കാനേ പറഞ്ഞുള്ളൂ. ജാനകി, നിന്റേത് ആഗ്രഹവും എന്റേത് ആശയവും അവളുടേത് അഹങ്കാരവും. എല്ലാ നദികളും അവസാനം പോയി ചേരുന്നത് സമുദ്രത്തിലാണ്. പക്ഷെ ഇവിടെ ആദ്യ എന്ന് പറയുന്ന സമുദ്രം രാജലക്ഷ്മി എന്ന നദിയോടൊപ്പം ചേരാൻ ശ്രമിക്കുകയാണ്. ആ നദിയിലേക്ക് സമുദ്രത്തിലെ ഉപ്പുവെള്ളം കലർന്നാൽ നദിയിലെ വെള്ളവും ഉപ്പായിത്തീരും. അതിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മോളെ മാത്രമല്ല, നമ്മളെല്ലാവരും ഇത്രയും നാൾ കാത്തു രക്ഷിച്ച ഈ കുടുംബത്തിന്റെ അന്തസ്സും കൂടെയാണ്. ഇത് ഓർമ്മ വെച്ചുകൊണ്ട് വേണം നീ ആദ്യ രാജലക്ഷ്മിയുടെ മുറിയിൽ താമസിപ്പിക്കേണ്ടത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നിന്റെ അനുജത്തിക്ക് കൊടുത്ത വാക്കിന് വേണ്ടി നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതെ നോക്കിക്കോ. ഓർമ്മയിരിക്കട്ടെ. തൈര് കറക്കാണോ ഏടത്തി? അതെ, തൈര് കടയിൽ തന്നെയാ. ഇത് മാത്രല്ലേ എനിക്ക് പറ്റൂ. ജാനകി ഏട്ടത്തെ പോലെ കുക്ക് ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ അടുക്കളയിലെങ്കിലും ഞാൻ മഹാറാണിയായിട്ടിരുന്നേനെ. എന്താ ഏടത്തി ഈ പറയുന്നത്? നമ്മുടെ വെങ്കട്ടേട്ടൻ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ താമസിക്കുന്നു എന്നല്ലാണ്ട് നിങ്ങൾ ജനിച്ച വീട് ഇതായതുകൊണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം വീട് തന്നെയല്ലേ? അങ്ങനൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലെന്നേ. ആ അമേരിക്കക്കാരി വന്നതി പിന്നെ അവളുടെ വീട്ടിൽ നമ്മൾ കയറി താമസിക്കുന്നത് പോലെ. കാലത്തിന്റെ ഒരു പോക്കേ. ആദ്യം അങ്ങനെ തന്നെയാ. ഏടത്തി എന്തായാലും ആദ്യയിൽ നിന്ന് ശ്രീനിയോട് അകന്നു നിന്നോളാൻ പറഞ്ഞേക്ക്. ഞാൻ പറയാൻ എന്താ ഉള്ളേ? അതൊക്കെ രഘുവേട്ടൻ തന്നെ പറഞ്ഞില്ലേ. ഇപ്പൊ നോക്ക്, ആ പാവം പിടിച്ച രാജലക്ഷ്മി അവളുടെ റൂം വിട്ടുകൊടുക്കുക. ശ്രീനി നല്ലവനായതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത്. പിടിവാശമുള്ള ആളായിരുന്നെങ്കിൽ അവളെ എന്നെ അവിടുന്ന് പായിപ്പിച്ച ആ മുറി വാങ്ങലായിരുന്നോ? ജാനകി ഏടത്തി പറഞ്ഞതുകൊണ്ട് അവന്റെ മനസ്സ് മാറിയത്. പക്ഷെ ശ്രീനിയുടെ ഭാവിയുടെ കാര്യത്തില് ഏടത്തിയുടെ വാക്കിനായിരിക്കും മുൻതൂക്കം. ഭാവി എന്ന് വെച്ചാ പഠിത്തം കഴിഞ്ഞവരുടെ അടുത്ത കാര്യം എന്ന് പറയുമ്പോ ഒരു ജോലിയും കല്യാണം ഒക്കെ അല്ലേ. റിസൾട്ട് ഒന്ന് വന്നോട്ടെ, അപ്പൊ നല്ലൊരു ജോലി തന്നെ അവന് കിട്ടും. പക്ഷെ ഒരു പെണ്ണിനെ അതുപോലെ കിട്ടില്ലല്ലോ ഏടത്തി. നമ്മൾ തന്നെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തിനാ ഏടത്തി അത്രയ്ക്കൊക്കെ കഷ്ടപ്പെടുന്നേ? എന്റെ ഗൗരി ചേച്ചിയുടെ മകള് ചാരുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. വലിയ എന്തോ സുന്ദരിയാണെന്ന്. എത്രത്തോളം സുന്ദരിയാന്നറിയോ? ചാരുവിനൊന്ന് കാണാൻ ടിക്കറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 50,000 പേരെങ്കിലും വരും. അങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നാലേ ഏട്ടൻ നമ്മളെ ശരിയാക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ ഏടത്തി. അങ്ങനെയൊക്കെ ആവാൻ നമ്മൾ സമ്മതിക്കോ? ഒരു സന്ദർഭം വരുമ്പോ വ്യക്തമായിട്ട് പറയണമല്ലോ. ചാരുവിന് നല്ല സൗന്ദര്യവും അടക്കോതുക്കവും സംസ്കാരവും ഒക്കെ ഉണ്ട് ഏടത്തി. അമ്മായിയമ്മ ബന്ധം എന്ന് പറയുന്നത് അവക്ക് ജീവനാ. ഞാൻ സ്വന്തം ചെറിയമ്മയാണെങ്കിൽ പോലും ഏടത്തെ പോലെ ഒരു അമ്മായിയമ്മ അവക്ക് കിട്ടുകയാണെന്ന് അറിയാണെങ്കിൽ
ഈ ശർക്കരയ്ക്ക് ചുറ്റും ഉറുമ്പ് വന്ന് നിൽക്കുന്നത് പോലെ തന്നെ അവള് നിൽക്കും. ശ്രീനിക്ക് ഞാൻ പെണ്ണന്വേഷിക്കുകയാണെന്ന് പറഞ്ഞ പെൺപിള്ളേര് ക്യൂ നിൽക്കും. അതൊക്കെ ശരിയാ. ആ, പിന്നെ വേറൊരു കാര്യമുണ്ട് ഏടത്തി, ചാരുന്റെ കച്ചവടത്തിലെ നല്ല ലാഭം ഉണ്ടെന്ന്. ഒരു മാസം കുറഞ്ഞതും 1 കോടി രൂപയെങ്കിലും ലാഭം ഉണ്ടാവുമെന്ന്. കോടിയോ? ആ, അവളൊരൊറ്റ മോളാ. അപ്പൊ എന്തായിരിക്കും ആലോചിക്ക്, ആ സ്വത്ത് മുഴുവനും മരുമോനായിരിക്കില്ലേ? ആ, അവർക്ക് എന്തോരം സ്വത്തുണ്ട്? ആ, ഒരു 100 കോടിയെങ്കിലും കാണുമായിരിക്കും. ശ്രീലക്ഷ്മി ധീലക്ഷ്മി ഭൂലക്ഷ്മി ഗോലക്ഷ്മി ആലക്ഷ്മി 100 കോടിയോ? കേൾക്കാനാണെങ്കിൽ ഇതുപോലത്തെ പാട്ടുകളിലൊന്നും എനിക്ക് താല്പര്യമില്ല. ജനിച്ചാലേ ആദ്യ ചേച്ചിയെ പോലെ ജനിക്കണ രാജി ചേച്ചി. അതെന്താ ബിജു? അങ്ങോട്ട് നോക്ക്. ആരെങ്ങനെ എതിലെ പോയാലെന്താ, ചേച്ചി സിനിമയിലെ ഹീറോയിൻസിനെ പോലെ ബെഡില് കമന്ന് കിടന്ന് കവിത എഴുതിക്കൊണ്ടിരിക്കുക. കവിതയല്ല ബിജു, എനിക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാ. വേറെ എന്താ വേണ്ടത് നിനക്ക്? എന്റെ റൂം നീ അങ്ങ് കയ്യേറി. ഇനി എന്താണോ വേണ്ടത്? മിസ്റ്റർ അപ്പു, അപ്പു കിപ്പു എന്നൊക്കെ പറഞ്ഞാൽ നിന്റെ പല്ലി എന്തായാലും താഴെ ഇടും. how dare you? നിന്റെ ഈ ബിൽഡപ്പിനൊന്നും പേടിക്കുന്ന ആളല്ല ഈ ആദ്യ. ആ, നിന്റെ അഹങ്കാരത്തിനല്ലല്ലോ ഒരു കുറവില്ലല്ലോ. കേട്ടാ, പെൺകുട്ടികളായിട്ട് എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അതിന് ഞാൻ നിന്നോട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലോ. ആ, എന്റെ അടുത്തല്ല, ആദ്യയുടെ അടുത്ത്. ഹാ, ഈ റൂമിൽ അതിന് എത്ര ലേഡീസ് ഉണ്ടെന്നാ വിചാരം? നീ ഒരാൾ മാത്രല്ലേ ഉള്ളൂ. ഞാൻ കാല് പിടിക്കാൻ ശ്രീനിയേട്ടാ. എന്നെ പെൺകുട്ടി ആക്കിയാലും കുഴപ്പമില്ല, 2 പേരുണ്ടെന്ന് പറഞ്ഞേക്ക് ചേട്ടാ. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അവൾ എന്റെ ഫോട്ടോയില് ആ മഷി എടുത്ത് ഒഴിച്ചത്? ഏയ്, യു അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ക് ഒഴിക്കാൻ പോകുന്നത് തന്നെ. പോന്ന് കഴിക്കും. ഇന്നറിയാം നീ ആണ് ആരാണെന്ന്. വാ, വാ. 2 മിനിറ്റിനുള്ളിൽ എല്ലാവർക്കും ഓരോരോ റൂമിലേക്ക് പോവാം. കുറച്ചൊന്ന് ക്ഷമിക്കേ. ആ ഫോട്ടോയില് ആദ്യ ചേച്ചി വേണമെന്ന് വെച്ച ഇങ്ക ഒഴിച്ചതല്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്താണോ അവള്? ആ, നീ കൂടുതലൊന്നും പറയണ്ട. അല്ല, നീ എന്റെ സൈഡാണോ അവളുടെ സൈഡാണോ? അമേരിക്കൻ പ്രേതം എപ്പോ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്കെന്താ അറിയില്ലെന്ന് വിചാരിച്ചോ? ഞാൻ ഡെവിലാണല്ലേ? ഞാൻ ഡെവിലാണല്ലേ? പറഞ്ഞതിന് മുമ്പ് നിന്നെ ഒന്ന് കാണിച്ചത് നോക്ക്. എന്താ നീ പറഞ്ഞേ? ഉറക്കെ പറയ്. ഉറക്കെ പറയല്ലേ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ നീ. വീണ്ടും എനിക്ക് പറയാൻ സൗകര്യമില്ല. താൻ പോയി പണി നോക്ക്. ഇത് എന്റെ റൂമാ, എന്നോട് തന്നെ പോകാൻ പറയുന്നോ? ഓഹോ, ലഗേജും പാക്ക് ചെയ്ത് ഇവിടുന്ന് ഷിഫ്റ്റ് ആയി പോകാൻ പോകുന്നവന് ഇപ്പോഴും ഇത് സ്വന്തം മുറി തന്നെയാണെന്നുള്ള വിചാരം ഉണ്ടല്ലേ? ഇത് എന്റെ മുറിയാ. ദിസ് ഇസ് മൈ റൂം. ഇവിടെ രാജലക്ഷ്മി ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ബിജുവും വന്നെന്നിരിക്കും. പക്ഷെ നീ എങ്ങാനും കാല് കുത്തിയ ചവിട്ടി പുറത്താക്കാൻ ഞാൻ നീ പറഞ്ഞേക്കാം. കുറെ നേരം ആവശ്യമില്ലാണ്ട് സംസാരിക്കുന്നു. ഏട്ടാ എന്റെ റൂമിലല്ലേ താമസിക്കുന്നേ? അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് പകരം എന്തിനെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ജാനകി അമ്മയെ കുറിച്ച് ഓർത്തിട്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുന്നേ. പോടോ. രണ്ടുപേരെയും കൺട്രോൾ ചെയ്യുന്നത് വലിയ ടാസ്ക് ആയിപ്പോയി എനിക്ക്. ഹായ്, എന്താ അത്? നീ കണ്ടുപിടിക്കാൻ നോക്കട്ടെ. മേക്കപ്പ് കിറ്റാന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്തിനായി പസിലൊക്കെ? എടാ ബിജു,
ഇത് മേക്കപ്പ് കിറ്റാ? അതെ. എന്തിനാ ഇത്രയും അതിശയപ്പെടുന്നേ? നോക്ക്, ചെറിയ വെളിച്ചെണ്ണ കുപ്പി, ചീപ്പ്, പൗഡർ, പിന്നെ പൊട്ട് എല്ലാം ഉണ്ടല്ലേ. കാണുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഉത്സവത്തിന്റെ അന്ന് അമ്മ എനിക്ക് വാങ്ങി തന്നതാ. എന്തിനിങ്ങനെ ചിരിക്കുന്നേ? ഇതാണോ മേക്കപ്പ് കിറ്റ്? എന്താ ഡൗട്ടാണോ? ആ പൗഡർ ഇട്ടോണ്ട് രാജലക്ഷ്മി ചേച്ചി വഴിയിലൂടെ നടന്നാലുണ്ടല്ലോ, മുട്ടുതെഞ്ഞ കിളവന്മാര് പോലും ഓടി വരും ചേച്ചിയെ കാണാനായിട്ട്. അയ്യോ, നാണം വരുന്നുണ്ടോ? പോ ആദ്യം, ഞാൻ പോയി എന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. എന്താ ആദ്യ ചേച്ചി അത്? ബിജു, ഈ പേപ്പർ നിന്റെ വല്യമ്മയുടെ കൈ കൊടുത്തിട്ട് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറയണേ.